ആത്മീയമാമുണർവാലേ ദീപ്തമാക്കണേ. വചനം മഴയായി പെയ്യും, കൃപതൻ നിറവായൊഴുകും. വിടുതൽ നൽകുന്ന വചനം, അറിവിൻ്റെ പൊരുളാകും വചനം. സൗഖ്യമാ ജീവന. ആത്മീയ ഉണർവ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അവൻ പറഞ്ഞു, മനുഷ്യപുത്ര, ഞാൻ തരുന്ന ഈ ചുരുൾ ഭക്ഷിച്ച് വയർ നിറയ്ക്കുക. ഞാനത് ഭക്ഷിച്ചു, എൻ്റെ വായിൽ അത് തേൻ പോലെ മധുരിച്ചു. കാരുണ്യവാനായ ദൈവമേ, എസെക്കിയേലിൻ്റെ പുസ്തകം 3-ാം അധ്യായം 3-ാം തിരുവചനം ഏറ്റുപറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനം ശ്രവിക്കുമ്പോൾ അത് ഞങ്ങളുടെ നാവിൽ, ഞങ്ങളുടെ ഹൃദയത്തിൽ, ഞങ്ങളുടെ ജീവിതത്തിൽ തേൻ പോലെ മധുരിക്കട്ടെ. ഞങ്ങൾ കടന്നുപോകുന്ന വിവിധങ്ങളായ പ്രതിസന്ധികളിൽ അങ്ങയുടെ വചനം ഞങ്ങൾക്ക് ഉറപ്പും ബലവുമേകട്ടെ. ഈ നിമിഷം ഈ വചന ശുശ്രൂഷയുടെ ഭാഗമാകുന്ന ഓരോരുത്തർക്കും അങ്ങയുടെ വചനത്തിൻ്റെ അഭിഷേകം നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, സകല വിശുദ്ധരെ, മാലാഹമാരെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. അമ്മേ. പ്രിയമുള്ളവരെ, വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷത്തിൻ്റെ 6-ാം അധ്യായം 24-ാം തിരുവചനം നമുക്ക് ധ്യാനിക്കാം. 2 യജമാനന്മാരെ സേവിക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഒന്നുകിൽ ഒരുവനെ ദ്വേഷിക്കുകയും അപരനെ സ്നേഹിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ ഒരുവനെ ബഹുമാനിക്കുകയും അപരനെ നിന്ദിക്കുകയും ചെയ്യും. ദൈവത്തെയും മാമോനെയും സേവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. ഒരുപാട് തവണ നമ്മൾ കേട്ടിട്ടുള്ള, ധ്യാനിച്ചിട്ടുള്ള ഒരു വചനഭാഗമാണിത്. ദൈവത്തെയും തിന്മയെയും ഒരുമിച്ച് സേവിക്കാൻ നമുക്ക് ഒരിക്കലും കഴിയുകയില്ല. പഴയ നിയമത്തിൽ നിയമാവർത്തന പുസ്തകത്തിൻ്റെ 30-ാം അധ്യായം 15-ാം തിരുവചനം ഇപ്രകാരം പറയും: ഇതാ, ഇന്നു ഞാൻ നിന്റെ മുൻപിൽ ജീവനും നന്മയും മരണവും തിന്മയും വച്ചിരിക്കുന്നു. ഇന്ന് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നതനുസരിച്ച് നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ മാർഗത്തിൽ ചരിക്കുകയും അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും പാലിക്കുകയും ചെയ്താൽ നീ ജീവിക്കും. നീ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും. എന്നാൽ ഇവയൊന്നും കേൾക്കാതെ നിന്റെ ഹൃദയം വ്യതിചലിക്കുകയും അന്യദേവന്മാരെ ആരാധിക്കുന്നതിനും അവരെ സേവിക്കുന്നതിനുമായി വശീകരിക്കപ്പെടുകയും ചെയ്താൽ നീ തീർച്ചയായും നശിക്കുമെന്നും ജോർദാൻ കടന്ന് കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് ദീർഘകാലം ജീവിക്കുകയില്ലെന്നും ഇന്നു ഞാൻ ഉറപ്പിച്ചു പറയുന്നു. പ്രിയമുള്ളവരെ, ഈ വചനഭാഗം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കണം. ദൈവം പറയുകയാണ്, നിനക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ഒരിക്കലും 2 യജമാനന്മാരെ ഒരുമിച്ച് സേവിക്കാൻ നമുക്ക് കഴിയുകയില്ല. പണ്ടെവിടെയോ വായിച്ച ഒരു കഥ അല്ലെങ്കിൽ ഒരു സംഭവം ഓർക്കുകയാണ്. പണ്ട് ഒരു ഗുരു ഉണ്ടായിരുന്നു. ആ ഗുരു തൻ്റെ ശിഷ്യന്മാർക്ക് ഒരുപാട് നന്മ നിറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ആ ശിഷ്യന്മാരെല്ലാവരും അറിവുള്ളവരായി തീർന്നു. പക്ഷേ അത് ആ രാജ്യത്തുണ്ടായിരുന്ന ഭരണാധികാരികൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർ ഈ ഗുരുവിനെ വധിക്കാൻ തീരുമാനിച്ചു. രാജ്യത്തെ നിയമത്തിനെതിരെ പഠിപ്പിച്ചുവെന്ന് പറഞ്ഞ്, രാജ്യത്തുള്ള യുവാക്കളെ വഴിതെറ്റിച്ചുവെന്ന് പറഞ്ഞ് ഈ ഗുരുവിനെ നശിപ്പിക്കാൻ, ഈ ഗുരുവിനെ വധിക്കാൻ അധികാരികൾ തീരുമാനിക്കുകയാണ്. അദ്ദേഹത്തെ ഒരു മരത്തിനോട് ചേർത്ത് ബന്ധിച്ചു. അവിടെയുള്ള എല്ലാവരും അദ്ദേഹത്തിനു നേരെ കല്ലുകളെറിയണം. അങ്ങനെ കല്ലുകളെറിഞ്ഞാണ് അദ്ദേഹത്തെ വധിക്കാൻ തീരുമാനിച്ചത്. ഇനി കല്ലുകളെറിയാതെ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും അതുപോലെ വധിക്കും. പ്രിയമുള്ളവരെ, ജീവനെ ഭയന്ന് ആ നാട്ടിലുള്ള എല്ലാവരും വന്ന് ആ ഗുരുവിനെ കല്ലെറിയുകയാണ്. കുറേ പേർക്കറിയാം ഈ ഗുരു നിഷ്കളങ്കനാണ്, ഈ ഗുരു നന്മ നിറഞ്ഞവനാണ്. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ, അതെല്ലാം മറന്നുകൊണ്ട് ഈ ജനം മുഴുവൻ അദ്ദേഹത്തിനെതിരെ തിരിയുകയാണ്. അതിൽ
ആ മനുഷ്യൻ്റെ ശിഷ്യന്മാരുമുണ്ടായിരുന്നു. ശിഷ്യന്മാർക്ക് പോലും തങ്ങളുടെ ജീവനായിരുന്നു കൂടുതൽ വിലപ്പെട്ടത്. അവരെല്ലാം ഗുരുവിനോടുള്ള സ്നേഹം മറന്നു. പെട്ടെന്ന് ഒരു ശിഷ്യൻ കരുതി, ഞാൻ ഇത് ചെയ്താൽ എൻ്റെ ഗുരുവിന് വേദനിക്കും. അതുകൊണ്ട് അയാൾ ചെയ്തത് മറ്റൊരു കാര്യമാണ്. അവിടെയുണ്ടായിരുന്ന ഒരു ചെടിയിൽ നിന്നും ഒരു പൂ പറിച്ചെടുത്ത് അത് കല്ലെന്ന വ്യാജേന ഗുരുവിന് നേരെ എറിഞ്ഞു. അപ്പോൾ ആ ഗുരു മരണത്തോടടുത്തു. ഈ ശിഷ്യനും മറ്റുള്ളവരും എല്ലാം ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഉടനെ ഈ ശിഷ്യനെ ഗുരു തൻ്റെ അരികിലേക്ക് വിളിച്ചു. ഇദ്ദേഹം കരുതി മരണത്തിന് മുൻപ് എന്തോ വലിയ രഹസ്യം തന്നോട് പറയാൻ വേണ്ടിയാണ് തന്നെ അരികിലേക്ക് വിളിച്ചത്. ഉടനെ ആ ഗുരു ശിഷ്യൻ്റെ കാതിൽ ഇപ്രകാരം പറഞ്ഞുവത്രേ, മറ്റുള്ളവരെല്ലാം കല്ലുകൾ വച്ച് എന്നെ എറിഞ്ഞപ്പോൾ എനിക്ക് വേദനിച്ചു, അതെൻ്റെ മരണത്തിന് കാരണമായി. പക്ഷേ അവർ നൽകിയ വേദനയേക്കാൾ ഏറെയാണ് നീ എനിക്ക് നൽകിയ വേദന. കാരണം മറ്റുള്ളവർക്കെല്ലാം ഒരു നിലപാടുണ്ടായിരുന്നു, എന്നാൽ നിനക്ക്, എൻ്റെ ശിഷ്യന്മാരിൽ നിനക്ക് മാത്രം ഒരു നിലപാടില്ലാതെ പോയല്ലോ എന്നോർത്ത് ഞാൻ ദുഃഖിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട ഒരു സന്ദേശമാണിത്. ദൈവത്തിനു വേണ്ടി നിലപാടില്ലാത്ത മനുഷ്യരായി നമ്മൾ മാറുന്നുണ്ടോ? പഴയ നിയമത്തിൽ സാമുവേലിൻ്റെ 1-ാം പുസ്തകം 12-ാം അധ്യായം 16-ാം തിരുവചനം ഇപ്രകാരം പറയും. 12-ാം അധ്യായം 16-ാം തിരുവചനം, നിങ്ങളുടെ മുൻപാകെ കർത്താവ് പ്രവർത്തിക്കാൻ പോകുന്ന ഈ മഹാകാര്യം കാണാൻ നിങ്ങൾ ശ്രദ്ധയോടെ കാത്തു നിൽക്കുവിൻ. വചനം പറയുന്നത് ദൈവം നമുക്ക് വേണ്ടി ഒരു മഹാകാര്യം ചെയ്യാൻ പോകുന്നു എന്നാണ്. വലിയ ഒരു അത്ഭുതം പ്രവർത്തിക്കാൻ പോകുന്നു. ഇതിൻ്റെ ഇംഗ്ലീഷ് വിവർത്തനം ടേക്ക് യുവർ സ്റ്റാൻഡ് ആൻഡ് സീ ദ ഗ്രേറ്റ് തിങ് ദറ്റ് ഗോഡ് വിൽ ഡു ബിഫോർ യുവർ ഐസ് എന്നാണ്. ടേക്ക് യുവർ സ്റ്റാൻഡ്, അതായത് ദൈവത്തിനു വേണ്ടി ഒരു നിലപാടെടുക്കുക. അപ്പോഴാണ് തമ്പുരാൻ നമുക്ക് വേണ്ടി അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യുന്നത്. പഴയ നിയമത്തിൽ തന്നെ പുറപ്പാടിൻ്റെ പുസ്തകം 24-ാം അധ്യായം എടുത്ത് വായിക്കുമ്പോൾ അതിൽ മോശയെ ദൈവം മലമുകളിലേക്ക് വിളിക്കുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ. മോശ സീനായ് മലയുടെ മുകളിലേക്ക് കയറിപ്പോവുകയാണ്. അങ്ങനെ കയറിപ്പോകുന്നു. അവിടെ മലയെ മുഴുവൻ ദൈവത്തിൻ്റെ മഹത്വം ആവരണം ചെയ്യുന്നു. ഇസ്രായേൽ ജനം ഈ കാഴ്ച കണ്ടുകൊണ്ട് താഴ്വാരത്ത് നിൽപ്പുണ്ട്. പ്രിയമുള്ളവരെ, ആ മഹത്വത്തിൽ ആ മലയ്ക്ക് മുകളിൽ മോശ 6 ദിവസം കഴിഞ്ഞു. 7-ാം ദിവസമാണ് ദൈവം അവനെ പേര് ചൊല്ലി വിളിക്കുന്നത്. എന്നിട്ട് പറയും, നിന്റെ ജനത്തിനു വേണ്ട കൽപ്പനകൾ ഞാൻ എഴുതിത്തരാം, അവർ എപ്രകാരം ജീവിക്കണമെന്നത് ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ മോശയോട് സംസാരിക്കുന്ന ദൈവം ഇസ്രായേൽ ജനത്തിന് ആ മഹത്വം ഒരു ദഹിപ്പിക്കുന്ന അഗ്നി പോലെ അനുഭവപ്പെട്ടു എന്നാണ് വചനം പറയുക. പിന്നീട് തുടർന്നുള്ള അധ്യായങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ 32-ാമത്തെ അധ്യായം പറയുന്ന ഒരു കാര്യമുണ്ട്. അത് ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന വലിയ ഒരു തിന്മയെക്കുറിച്ചാണ്. വിഗ്രഹാരാധന എന്നുള്ള തിന്മ. മോശ മലമുകളിൽ 40 രാവും 40 പകലും കഴിഞ്ഞു എന്നാണല്ലോ നമ്മൾ വായിക്കുക. ഇത്ര ദീർഘമായ ഒരു സമയം ദൈവസാന്നിധ്യത്തിലായിരുന്ന, ദൈവത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന മോശ. പക്ഷേ ജനം അഹറോൻ്റെ അടുക്കൽ വന്ന് പറയും, ആ മനുഷ്യന് എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ, ഇനി അവൻ തിരികെ വരുമോ എന്ന് പോലും അറിയില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ആരാധിക്കാൻ പുതിയ ദൈവത്തെ വേണം, ഞങ്ങൾക്ക് ആരാധിക്കാൻ പുതിയ ഒരു ദൈവത്തെ വേണം. പ്രിയമുള്ളവരെ, ദൈവം യഹോവ ഇത് തിരിച്ചറിഞ്ഞ് മോശയോട് പറയും, ഇതാ നിന്റെ ജനം വലിയ തിന്മ ചെയ്തിരിക്കുന്നു. കാരണം അവർ എനിക്കെതിരെ തിരിഞ്ഞു. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നും അവരെ പുറത്തു കൊണ്ടുവന്ന എന്നെ വിസ്മരിച്ച് ഇതാ അവർ മറ്റു ദേവന്മാരുടെ പിന്നാലെ പോയിരിക്കുന്നു. പ്രിയമുള്ളവരെ, മോശയോട് തമ്പുരാൻ പറയുന്നത്, എൻ്റെ ക്രോധം ഈ ജനത്തിനെതിരെ ആളിക്കത്തും എന്നാണ്. അഹറോനോട് ഈ ജനം അത് ആവശ്യപ്പെട്ടപ്പോൾ അഹറോൻ പറഞ്ഞു, നിങ്ങളുടെ എല്ലാവരുടെയും ആഭരണങ്ങൾ കൊണ്ടുവരിക. അവരെല്ലാം
തങ്ങളുടെ ആഭരണങ്ങൾ കൊണ്ടുചെന്ന് അദ്ദേഹത്തിന് നൽകി. ഉടനെ അത് തീയിലേക്കിട്ട് ഒരു കാളക്കുട്ടിയെ വാർത്തെടുത്തു എന്നാണ് വചനം പറയുക. പിന്നീട് ജനം മുഴുവൻ കാളക്കുട്ടിക്ക് മുൻപിൽ നിന്നുകൊണ്ട് തിന്മയുടെ ആഘോഷങ്ങളിൽ മുഴുകുകയാണ്. വെറും ലൗകികമായ ആഘോഷങ്ങളിലേക്ക് അവരുടെ മനസ്സ് തിരിയുകയാണ്. ഇത് കണ്ടുകൊണ്ടാണ് ദൈവം പറയുക, ഈ ജനം വലിയ തിന്മ ചെയ്തിരിക്കുന്നു, ഇവർക്കെതിരെ ഉറപ്പായും എൻ്റെ ക്രോധം ആളിക്കത്തും. കാരണം അവർ അതുവരെ തങ്ങളെ വഴി നടത്തിയ ദൈവത്തെ മറന്നു. നിയമാവർത്തന പുസ്തകത്തിൻ്റെ 1-ാം അധ്യായം 31-ാം തിരുവചനം വളരെ മനോഹരമാണ്. ഇപ്രകാരം നമ്മൾ വായിക്കും: നിങ്ങൾ ഇവിടെ എത്തുന്നതുവരെ കടന്നു പോരുന്ന വഴിയിലെല്ലാം നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ ഒരു പിതാവ് പുത്രനെ എന്ന പോലെ വഹിച്ചിരുന്നത് മരുഭൂമിയിൽ വെച്ച് നിങ്ങൾ കണ്ടതാണല്ലോ. വചനം നൽകുന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ്. പ്രിയമുള്ളവരെ, നമ്മളെത്തിയിരിക്കുന്ന ഇവിടം വരെ ദൈവമായ കർത്താവ് പിതാവ് പുത്രനെ എന്ന പോലെ നമ്മളെ വഹിക്കുകയായിരുന്നു. ഒരു പക്ഷേ ഈ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മളും ഒന്ന് ധ്യാനിക്കണം. കടന്നു പോകുന്ന ഒരുപാട് വഴികളുണ്ട്. ഒരു പക്ഷേ ജീവിതം തന്നെ കൈവിട്ടു പോകുമെന്ന് തോന്നിയ നിമിഷങ്ങളുണ്ട്. മാറാരോഗങ്ങളിൽപ്പെട്ട് ക്ലേശിച്ച ദിനങ്ങളുണ്ട്. വലിയ സാമ്പത്തിക പ്രതിസന്ധികളെ മറികടക്കാൻ പറ്റാതിരുന്ന കാലമുണ്ട്. അങ്ങനെയുള്ള കാലങ്ങളിലെല്ലാം വചനം പറയുന്നു, ദൈവം നമ്മളെ കരങ്ങളിൽ വഹിക്കുകയായിരുന്നു. ഇവിടെ ഇസ്രായേൽ ജനം ആ ഒരു യാഥാർത്ഥ്യം മറന്നു. പുറപ്പാട് പുസ്തകത്തിൻ്റെ 13-ാം അധ്യായം 22-ാം തിരുവചനം, അവിടെയും വളരെ മനോഹരമായുള്ള ഒരു വചനം നമ്മൾ കാണും. 13-ാം അധ്യായം 22-ാം തിരുവചനം, പുറപ്പാടിൻ്റെ പുസ്തകം. വചനം ഇതാണ്: പകൽ മേഘസ്തംഭമോ രാത്രി അഗ്നിസ്തംഭമോ അവരുടെ മുൻപിൽ നിന്നും മാറിയില്ല. നോക്കുക, തൻ്റെ ജനം പകൽ വെയിലേറ്റ് തളരരുത് എന്ന് കരുതി ദൈവം അവരുടെ മുകളിൽ മേഘവിരിപ്പായി യാത്ര ചെയ്തു. തൻ്റെ ജനത്തിന് രാത്രിയിൽ കാലിടരരുത് എന്ന് കരുതി, അവർ വീണു പോകരുത് എന്ന ചിന്തയോടെ ദൈവം പ്രകാശം നൽകി അവരുടെ മുൻപിൽ പോയി. അങ്ങനെ തങ്ങളുടെ ഒപ്പമായിരുന്ന ഒരു ദൈവത്തെയാണ് ഈ ജനം വേണ്ടെന്ന് വെച്ചത്. ദൈവം പറഞ്ഞു, ഇവർ നാശത്തിലേക്കാണ് നീങ്ങുന്നത്. മോശ ദൈവത്തിൻ്റെ മുൻപിൽ യാചിക്കുകയാണ്, അങ്ങിവരെ നശിപ്പിക്കരുത്. കാരണം അങ്ങിവരെ നശിപ്പിച്ചാൽ അതിനുവേണ്ടിയാണ് മോചിപ്പിച്ചത് എന്ന്, അതിനുവേണ്ടിയാണ് ഇവർ ഈജിപ്തിന് പുറത്ത് കൊണ്ടുവന്നത് എന്ന് ഈ ജനവും മറ്റുള്ളവരും പറയും. പ്രിയമുള്ളവരെ, അങ്ങനെ മോശ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായിട്ട് ദൈവം തൽക്കാലത്തേക്കെങ്കിലും തൻ്റെ ക്രോധം പിൻവലിച്ചു. അങ്ങനെ മലയ്ക്ക് താഴേക്ക്, താഴ്വാരത്തേക്ക് ഇറങ്ങി വരുന്ന മോശയെക്കുറിച്ചാണ് വചനം പറയുക. അയാൾ ഇറങ്ങി വരുമ്പോൾ ദൈവം പറഞ്ഞത് തന്നെ കണ്ടു. ഈ ജനം വലിയ തിന്മയിൽ മുഴുകിയിരിക്കുന്നു. മോശ ഇത് കണ്ട് ഹൃദയം പൊട്ടിയിട്ട് ചെയ്യുന്നൊരു കാര്യമുണ്ട്. ദൈവം നൽകിയ കൽപ്പനകൾ മലയിൽ എറിഞ്ഞ് തകർത്ത് കളയുന്നു. ദൈവം തൻ്റെ വിരലുകൊണ്ട് എഴുതി നൽകി എന്ന് നമ്മൾ വായിച്ച കൽപ്പനകൾ മോശ എറിഞ്ഞ് തകർത്ത് കളയുകയാണ്. കാരണം ഈ ജനത്തിന് ദൈവത്തെ ശ്രവിക്കാനുള്ള, ദൈവം പറയുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു മനസ്സില്ല. എന്നിട്ട് അദ്ദേഹം അഹറോനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: നീ ഈ ജനത്തിൻ്റെ മേൽ ഇത്ര വലിയൊരു പാപം വരുത്തി വയ്ക്കാൻ അവർ നിന്നോട് എന്തു ചെയ്തു? ഇവരെ നിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചിട്ടാണല്ലോ ഞാൻ പോയത്. ഇത്ര വലിയൊരു തിന്മയ്ക്ക് ഇവരെ വിട്ടുകൊടുക്കാൻ അവർ നിന്നോട് എന്തു തെറ്റ് ചെയ്തു? പ്രിയമുള്ളവരെ, ഈ അഹറോൻ പറയുന്ന മറുപടി വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അഹറോൻ പറഞ്ഞു, അങ്ങയുടെ കോപം ജ്വലിക്കാതിരിക്കട്ടെ. ഈ ജനത്തിന് തിന്മയിലേക്കുള്ള ചായ്വ് അങ്ങേക്ക് അറിവുള്ളതാണല്ലോ. നോക്കുക, ഈ ജനത്തിന് തിന്മയിലേക്കുള്ള ചായ്വ് അങ്ങേക്ക് അറിവുള്ളതാണല്ലോ എന്നാണ് അഹറോൻ പറയുക. അവർ എന്നോട് പറഞ്ഞു, ഞങ്ങളെ നയിക്കാൻ ഞങ്ങൾക്ക് ദേവന്മാരെ ഉണ്ടാക്കി തരിക. എന്തെന്നാൽ ഈജിപ്തിൽ നിന്ന് ഞങ്ങളെ കൊണ്ടുവന്ന മോശ എന്ന മനുഷ്യന് എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾക്കറിവില്ല. ഞാൻ പറഞ്ഞു, സ്വർണം കൈവശമുള്ളവർ അത് കൊണ്ടുവരട്ടെ. അവർ കൊണ്ടുവന്നു. ഞാൻ അത് തീയിലിട്ടു. അപ്പോൾ ഈ കാളക്കുട്ടി പുറത്തു വന്നു. നോക്കുക,
അഹരോൻ പറയുന്ന ഒരു കാര്യം, ഈ ജനം ആവശ്യപ്പെട്ടത് കൊണ്ടാണ് ഞാനിത് ചെയ്തത്. അവർക്ക് സ്വാഭാവികമായിട്ടും തിന്മയിലേക്കുള്ള ഒരു ചായ്വുണ്ട്. പ്രിയമുള്ളവരെ, ദൈവം ഇത്രയൊക്കെ അനുഗ്രഹം ചൊരിഞ്ഞിട്ടും ദൈവം ഇതുപോലെ കൃപയിൽ അവരെ സംരക്ഷിച്ചിട്ടും ഇങ്ങനെയാണല്ലോ വചനം പറയുക, അവരുടെ മനസ്സ് എപ്പോഴും തിന്മയ്ക്ക് അനുകൂലമായിരുന്നു, തിന്മയിലേക്ക് ചാഞ്ഞിരുന്നു. ഇത് കേട്ടിട്ട് മോശ ചെയ്യുന്ന മനോഹരമായിട്ടുള്ളൊരു കാര്യമുണ്ട്. മോശ പാളയത്തിൻ്റെ വാതിൽക്കൽ പോയി നിൽക്കും. എന്നിട്ട് ഈ ജനത്തെ നോക്കി ഇപ്രകാരം പറയും, ദൈവത്തിൻ്റെ കർത്താവിൻ്റെ പക്ഷത്തുള്ളവർ എൻ്റെ അടുത്തേക്ക് വരട്ടെ. ലേവിയുടെ പുത്രന്മാരെല്ലാം അവൻ്റെ അടുക്കൽ ഒന്നിച്ചുകൂടി. മോശ ഈ ലൗകികമായ ആഘോഷങ്ങളിൽ വിഗ്രഹാരാധന എന്നുള്ള വലിയ തിന്മയിൽ മുഴുകിയിരിക്കുന്ന സ്വാർത്ഥ മോഹങ്ങൾക്ക് അടിപ്പെട്ട ജനത്തോട് പറയുകയാണ്, ഇനി ആരെങ്കിലും ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അടുക്കലേക്ക് വരട്ടെ. ഇതാ ലേവ്യരുടെ ഗണം മുഴുവൻ അവൻ്റെ അടുക്കലേക്ക് ചെന്നു. എന്നിട്ട് നമ്മൾ വായിക്കും, അന്ന് തന്നെ ദൈവത്തിന് എതിരെ നിന്നവരെ അവർ നശിപ്പിച്ചു. 3000 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അതായത് വലിയ നാശത്തിന് ആ ജനത വഴിമാറുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കാനിടയുള്ള ഒരു കാര്യമാണിത്. ഈ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം നമ്മോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, എൻ്റെ പക്ഷത്തുള്ളവർ ഇവിടേക്ക് വരട്ടെ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, നമ്മൾ ദൈവത്തിൻ്റെ പക്ഷത്തുമല്ല തിന്മയുടെ പക്ഷത്തുമല്ല, മറിച്ച് നടുവിൽ നിൽക്കുന്ന മനുഷ്യരായിട്ട് മാറുന്നു. വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 15-ാം തിരുവചനം നമ്മൾ ഓർമ്മിക്കേണ്ടതാണ്. അവിടെ ദൈവം ഈ ഒരു നിലപാടിനെക്കുറിച്ച്, അവിടെയുമല്ല ഇവിടെയുമല്ലാതെ നിൽക്കുന്ന മനുഷ്യരെക്കുറിച്ച് ഇപ്രകാരം കുറിക്കുന്നുണ്ട്. വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 15-ാം തിരുവചനം, നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു. നീ ചൂടോ തണുപ്പോ ഉള്ളവനല്ല. തണുപ്പോ ചൂടോ ഉള്ളവനായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ചൂടോ തണുപ്പോ ഇല്ലാതെ മന്നോഷ്ണനാകിയാൽ നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയും. ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കാതെ വരുമ്പോൾ ദൈവം ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മെ അവൻ്റെ വായിൽ നിന്നും തുപ്പിക്കളയും. അതായത് ദൈവ സാന്നിധ്യത്തിൽ നിന്നും നമുക്ക് അകന്നു പോകേണ്ടി വരും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നിലപാടുള്ള മനുഷ്യരായിട്ട് ജീവിക്കാൻ നമുക്ക് പറ്റണം. ചൂടും തണുപ്പുമില്ലാതെ മന്നോഷ്ണമായ ഹൃദയമാണ് നമുക്കുള്ളതെങ്കിൽ ചിന്തിക്കേണ്ട, പരിശോധിക്കേണ്ട സമയമായി. പിന്നീട് തുടർന്ന് വായിക്കുമ്പോൾ മോശ ദൈവത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ജനം വലിയ ഒരു പാപം ചെയ്തു പോയി. അവർ തങ്ങൾക്കായി സ്വർണം കൊണ്ട് ദേവന്മാരെ നിർമ്മിച്ചു. അവിടുന്ന് കനിഞ്ഞ് അവരുടെ പാപം ക്ഷമിക്കണം, അല്ലെങ്കിൽ അവിടുന്ന് എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് മായിച്ചു കളഞ്ഞാലും. ഈ ജനത്തിൻ്റെ പാപഭാരം മുഴുവൻ ഏറ്റെടുക്കുന്ന മോശയുടെ ചിത്രമാണ് നമ്മളവിടെ കാണുക. ഈ ജനം വലിയ തിന്മ ചെയ്തു എന്നത് ശരി തന്നെ, പക്ഷേ അങ്ങ് അവരോട് ക്ഷമിക്കണം. ക്ഷമിക്കുന്നില്ലെങ്കിൽ അങ്ങ് എൻ്റെ പേര് അവിടുത്തെ പുസ്തകത്തിൽ നിന്നും മായിച്ചു കളയുക. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടാൻ വേണ്ടിയാണല്ലോ നമ്മളൊക്കെ ജീവിക്കുന്നത്. ഒരുപക്ഷെ ഈ വചനം ശ്രവിക്കുന്നത്, ദൈവസന്നിധിയിലായിരിക്കുന്നത്, ദേവാലയത്തിൽ പോകുന്നത് എല്ലാം ദൈവത്തിൻ്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. ഇതാ ഇവിടെ മോശ പറയുന്നു, എൻ്റെ പേര് നിൻ്റെ പുസ്തകത്തിൽ നിന്നും മായ്ച്ചു കളയുക ഈ ജനത്തോട് ക്ഷമിക്കുന്നില്ലെങ്കിൽ. ദൈവം പറയുന്ന ഒരു മറുപടി, അത് നമ്മൾ ഹൃദയത്തിൽ കുറിച്ചിടണം. അതിപ്രകാരമാണ്, അപ്പോൾ കർത്താവ് മോശയോട് പറഞ്ഞു, എനിക്കെതിരായി പാപം ചെയ്തവനെയാണ് എൻ്റെ പുസ്തകത്തിൽ നിന്നും ഞാൻ തുടച്ചു നീക്കുക. നീ പോയി ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് ജനത്തെ നയിക്കുക. എൻ്റെ ദൂതൻ നിൻ്റെ മുൻപേ പോകും. എങ്കിലും ഞാൻ അവരെ സന്ദർശിക്കുന്ന ദിവസം അവരുടെ പാപങ്ങളെ പ്രതി അവരെ ശിക്ഷിക്കും. പ്രിയമുള്ളവരെ, ദൈവം വ്യക്തമായിട്ട് പറയുകയാണ്, നിൻ്റെ പേരല്ല, എനിക്കെതിരെ നിൽക്കുന്നവരുടെ പേരാണ് ഞാൻ മായ്ച്ചു കളയുക. ഇതാ ഈ ജനത്തിൻ്റെ പേര് എൻ്റെ പുസ്തകത്തിൽ നിന്നും, അതായത് തൻ്റെ ഹൃദയത്തിൽ നിന്നും മായ്ച്ചു കളയുമെന്ന് ദൈവം പറയുകയാണ്. തമ്പുരാൻ്റെ ഒപ്പം നിൽക്കാതെ വരുമ്പോൾ അവൻ്റെ ഹൃദയത്തിൽ നിന്നും നമ്മുടെ പേരവൻ മായ്ച്ചു കളയും.
വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷത്തിൻ്റെ 12-ാം അധ്യായം 30-ാം തിരുവചനം, അവിടെ ദൈവം ഓർമ്മിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. മത്തായി അറിയിച്ച സുവിശേഷം 12-ാം അധ്യായം 30-ാം തിരുവചനം, എന്നോട് കൂടെയല്ലാത്തവൻ എൻ്റെ എതിരാളിയാണ്, എന്നോട് കൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു. പ്രിയമുള്ളവരെ, അതുതന്നെയാണ് ഇതുവരെ നമ്മൾ ധ്യാനിച്ചത്. ദൈവത്തോടു കൂടെ ശേഖരിക്കുന്നവരാകണം, ദൈവത്തോട് ഒപ്പം നിൽക്കുന്ന മനുഷ്യരാകണം. അല്ലെങ്കിൽ തമ്പുരാൻ പറയുന്നു, അവരെല്ലാം എനിക്ക് എതിരാണ്. ഇതാ ഈ ഒരു സമയം ദൈവം നമ്മോട് പറയുന്നത് മറ്റൊന്നുമല്ല, എൻ്റെ പക്ഷത്തുള്ളവർ ഇവിടേക്ക് വരട്ടെ. അതുകൊണ്ട് ജീവിതത്തിൻ്റെ എത്ര വലിയ പ്രതിസന്ധികളിലും എത്ര കുറവുകളിലും ഒരു പക്ഷേ മറ്റുള്ളവരാൽ പരിഹസിക്കപ്പെടുമ്പോഴും ദൈവത്തിന് വേണ്ടി ഒരു നിലപാടെടുക്കാൻ നമുക്ക് പറ്റട്ടെ. അങ്ങനെ ശക്തമായ നിലപാടെടുത്താൽ ഉറപ്പായിട്ടും ദൈവം നമുക്ക് വേണ്ടി, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി മഹാകാര്യം ചെയ്യും, അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. അതുകൊണ്ട് ആ ഒരു നിലപാടെടുത്ത് തമ്പുരാൻ്റെ ഹൃദയത്തിൽ, തമ്പുരാൻ്റെ പുസ്തകത്തിൽ പേരെഴുതി ചേർക്കപ്പെട്ട കുടുംബങ്ങളായി, വ്യക്തികളായി നമുക്ക് മാറാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.